എൻ്റെ പേര് ബിനോയ് KP. തൃശ്ശൂർ അതിരൂപതയിലെ സെൻറ്റ് ജോൺ ബോസ്കോ മരിയാപുരം ഇടവകയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ ഭാര്യ ജിജി. ഞങ്ങൾക്ക് 5 മക്കളാണ്. മൂത്ത കുട്ടിയുടെ പേര് ഏഞ്ചൽ മരിയ, രണ്ടാമത്തെ കുട്ടിയുടെ പേര് കാതറിൻ, മൂന്നാമത്തെ കുട്ടിയുടെ പേര് ആൻ്റണി, നാലാമത്തെ മകൻ്റെ പേര് ജോൺ ബോസ്കോ, 5ാമത്തെ മകൻ്റെ പേര് ജോസഫ്. അപ്പനും അമ്മയും എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. മൂത്ത മോള് ഏഞ്ചൽ മരിയ. അവൾക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കാനും അതുപോലെ നീഡിൽ വർക്ക്, തുന്നൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമാണ്. പിന്നെ പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഞങ്ങളുടെ പള്ളിയിലെ എല്ലാവിധ ഓരോ പ്രോഗ്രാമിനും അവൾ ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തോള് കാതറിൻ. അവൾക്കും പാട്ടിനോട് ഡാൻസിനോടൊക്കെ താല്പര്യമുള്ള കുട്ടിയാണ്. പിന്നെ കൊയറിലൊക്കെ പാടാറുണ്ട് അവർ പള്ളിയിൽ. പിന്നെ അവൾക്കും പെയിൻറ്റിങ്ങിനോടാണ് താല്പര്യം. മൂന്നാമത്തെ ആള് ആൻ്റണി. അവന് കുട്ടിനോടാണ് താല്പര്യം. പിന്നെ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഭക്തിയോട് കൂടി ആൾ പ്രാർത്ഥന ചെല്ലാറുണ്ട്. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവനെ. ഒരു ദിവസം കാണാണ്ട് അപ്പം വിളിച്ചു ചോദിക്കും എന്താ ആൻ്റണി വരാണ്ടിരുന്നേന്നുള്ളത്. പിന്നെ എന്ത് സാധനങ്ങൾ കിട്ടുകയാണെങ്കിലും കൊട്ടാനാണ് ആദ്യം ശ്രമിക്കാറ്. പിന്നെ നാലാമത്തെ മകൻ ജോൺ ബോസ്കോ. അവന് ചേച്ചിമാരും ചേട്ടൻ്റെ ഒക്കെ കാര്യങ്ങൾ കണ്ടിട്ട് അവൻ അതിൻ്റെ പിന്നാലെ പിന്തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ 5ാമത്തെ ആള് അവൻ തിരിച്ചു കളിച്ചൊക്കെ നടക്കുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ രണ്ടുപേരും ആലോചിച്ച് എടുത്ത തീരുമാനമാണ് ഞങ്ങൾക്ക് കുട്ടികൾ കൂടുതൽ ഉണ്ടാവണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ 4 മക്കളാണ്. പിന്നെ ഇവിടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ 3 മക്കളാണ്. പിന്നെ ഇവിടെ അമ്മ പ്രസവം നിർത്തിയിട്ടില്ല. പിന്നെ അതൊക്കെ കണ്ടപ്പോൾ പിന്നെ കുട്ടികൾ കൂടുതൽ വേണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു. പിന്നെ ആൾക്കും കുട്ടികളോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇനി കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളത്. ഒരു 24 വയസ്സിലാണ് ഞാൻ ധ്യാനം കൂടിയത്. ഗാകുൽത്തയിലാണ് ധ്യാനം കൂടിയത്. അപ്പോൾ ആ ധ്യാനം ഇതിലേക്ക് കണ്ടപ്പോൾ എനിക്ക് വളരെ മക്കൾ കൂടുതൽ വേണം, എൻ്റെ കുടുംബത്തിൽ വേണം എന്നൊരു അന്നൊരു തീരുമാനം എടുത്തതാണ്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി അതിന് നല്ലൊരു സപ്പോർട്ട് അവൾ തന്നു. സമ്പത്ത് അല്ല, ഞാൻ ആ തീരുമാനത്തിനോട് യോജിക്കുന്നില്ല. സമ്പത്ത് ഉണ്ടായിട്ട് കുഞ്ഞുങ്ങളെ അങ്ങനെ ഇതാവാൻ പറ്റില്ല. ഞാൻ വളരെ ചെറിയ ഫാമിലിയിൽ നിന്ന് വളർന്ന ആളാണ്. അപ്പം എൻ്റെ വീട് എനിക്ക് 2ാമത്തെ കുട്ടിയായപ്പോൾ എനിക്കൊരു പുതിയ വീട് ദൈവം തന്നു. അപ്പം നമ്മൾ ഒരു തീരുമാനം എടുത്ത ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊഴിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനാണ് 1ാം സ്ഥാനം ഞാൻ കൊടുക്കാറുള്ളത്. എന്നും ഞാൻ കുർബാനയ്ക്ക് പോയിട്ടാണ് ദൈവത്തിനോട് എന്ത് കാര്യം പറഞ്ഞിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഏത് തീരുമാനങ്ങളും ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ മക്കളെ ആയാലും മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിനാണ് 1ാം സ്ഥാനം കൊടുക്കേണ്ടത്. ബാക്കി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം തന്നുകൊള്ളും. അതാണ് എൻ്റെ ജീവിതത്തിൽ. സമ്പത്തിനല്ല, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. കാലത്ത് നേരത്തെ എഴുന്നേൽക്കും. അത് കഴിഞ്ഞ് അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കുർബാനയ്ക്ക് വിടാറുണ്ട്. അത് കഴിഞ്ഞ് അവർ കുർബാന കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് അവർ സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങളാവും. പിന്നെ 9 മണിയാകുമ്പോഴേക്കും അവർ സ്കൂളിൽ പോകും. പിന്നെ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, 5ാമത്തെ ആൾ. പിന്നെ അവനായിട്ട് അവൻ്റെ കൂടെ കളിക്കലും അവന് ഭക്ഷണം കൊടുക്കലും അതൊക്കെ കഴിയുമ്പോൾ പിന്നെ അപ്പനമ്മയുണ്ട്. അപ്പനമ്മയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ കുറച്ച് നേരം സംസാരിച്ചു, കുറച്ച് നേരം എന്നെ എൻജോയ് ചെയ്തും അവപ്പോഴേക്കും 4 മണിയാവും. അവർക്കുള്ള പലഹാരം ഉണ്ടാക്കി വെച്ച് അതുപോലെ അവർ സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ പിള്ളേരെ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കലും അത് കഴിഞ്ഞ് അതുപോലെ വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കാര്യങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഈശോയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി കിടക്കാൻ പോണ നേരത്ത് സ്തുതിച്ചിട്ടാണ് കിടക്കുക. എല്ലാവരും അപ്പനും മക്കളൊക്കെ കൂടി കൈകോർത്ത് പിടിച്ചിട്ടാണ് സ്തുതിച്ച് കിടക്കും. പിന്നെ കുട്ടികൾക്കൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനകളുണ്ട്. അവരത് ചൊല്ലിയിട്ടാണ് കിടക്കാറ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കള് ഞങ്ങൾക്ക് ദൈവം തന്നൊരു വലിയൊരു ദാനമാണ്. അപ്പോൾ മക്കളുടെ സന്തോഷം ഇതും വളരെ ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്.
പിന്നെ ഭാര്യ ആയാലും അപ്പനമ്മയും എല്ലാവരും കൂടിയിട്ട് മക്കള് നടക്കുന്നതും പിടിക്കുന്നതും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ആൾക്കാർ പറയും ഇത്ര മക്കളുണ്ടാകുമ്പോൾ ജീവിത ചെലവ്, പക്ഷെ ദൈവം ഓരോ മക്കളുണ്ടാവും തോറും എനിക്ക് അതിനനുസരിച്ച് എൻ്റെ സാമ്പത്തികമായ മേഖല ഉയർത്തി തരാറുണ്ട്. എൻ്റെ മക്കള് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കരണക്കൊന്ത അമ്മാമ്മയും ഭാര്യയും കൂടിയിട്ട് ആദ്യത്തെ ചെല്ലും. അത് കഴിഞ്ഞിട്ടാണ് 7 മണി 7:30 ആകുമ്പോൾ കുടുംബ പ്രാർത്ഥന. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിലത്തെ ഒരു പരിപാടി. അപ്പോൾ മക്കള് ദൈവത്തിന്റെ ദാനമാണ്. അതിനോട് ഞാൻ കൂടുതലായിട്ട് ഇനിയും കിട്ടുകയാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കും. അപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളാണ് ഈശോ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ 5ാമത്തെ കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, 5ാമത്തെ കുട്ടീനെ ഗർഭിണിയായിരിക്കുമ്പോൾ ആ കുട്ടിയുടെ 3ാമത്തെ മാസം DNA ടെസ്റ്റ് ചെയ്തപ്പോൾ ആ കുട്ടിക്ക് അംഗവൈകല്യമുണ്ട്, ബുദ്ധിമാന്ദ്യമുണ്ടെന്നാണ് തൃശ്ശൂരത്തെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഭാര്യ അവിടെ വന്ന് കരഞ്ഞിട്ടാണെങ്കിൽ തിരിച്ചു വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഏത് കുട്ടീനെ എങ്ങനത്തെ കുട്ടിയായാലും നമ്മളത് സ്വീകരിക്കും, ആ കുട്ടീനെ നമ്മൾ കളയില്ല. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ മുഖാന്തരം പിൻഡോ ഡോക്ടറെ കുഴിക്കാട്ടുശ്ശേരിയിൽ പോയി വെച്ച് കണ്ടു. ആ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്കൊരു വലിയൊരു ബലമായി. അങ്ങനെ ആ കുട്ടി സുഖപ്രസവത്തിലൂടെയാണ് വന്നത്. മുമ്പത്തെ 2 കുട്ടികളും ഓപ്പറേഷനായിരുന്നു. ഈ കുട്ടി സുഖപ്രസവത്തിലൂടെയാണ് വന്നത്. അപ്പോൾ ദൈവം എനിക്ക് അതൊരു വലിയൊരു എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വലിയൊരു അത്ഭുതമാണ് ചെയ്തു തന്നത്. ഞങ്ങൾ അന്ന് ആ ഡോക്ടറുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് ആ കുട്ടീനെ അന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുറ്റബോധമായിട്ട് വന്നേനെ. പക്ഷെ ഞങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ആൾക്കാരാണ്. എന്ത് കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചിട്ടാണ് ചെയ്യാറ്. മതബോധനത്തിന് നമ്മൾ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മൂത്ത കുട്ടിയും 2ാമത്തെ കുട്ടിയൊക്കെ ക്ലാസ്സിൽ 1ും 2ൊക്കെയാണ്. അപ്പോൾ സ്കൂളിൽ ലേശം മാർക്ക് കുറഞ്ഞുകൊണ്ട് ഞാൻ ചീത്ത പറയാറില്ല. പക്ഷേ വേദോപദേശത്തിൽ മാർക്ക് കുറയാൻ പാടില്ല എന്ന് മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ ഏത് വിഷയത്തിൽ നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവത്തിനോട് പറയുക, അത് നിങ്ങൾക്ക് ദൈവം പഠിപ്പിച്ച് തരും. അങ്ങനെയാണ് ഞാൻ ഉപദേശം കൊടുക്കാറ് മക്കൾക്ക്. അപ്പോൾ മക്കൾ വേദോപദേശത്തിലൊക്കെ നല്ല എല്ലാ ദിവസവും മതബോധനത്തിന് പോകാറുണ്ട്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് വിടാറ്. പിന്നെ മൂത്ത കുട്ടിക്ക് വേദോപദേശത്തിൽ ഫസ്റ്റ് മേടിക്കുന്ന ഒരു ചിന്തയുണ്ട്. 2ാമത്തെ കുട്ടിക്കും അങ്ങനെയാണ്. 3ാമത്തവൻ പഠിച്ചു വരണുള്ളൂ, അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല ആള്. പിന്നെ 3 കുട്ടികളാണ് ഇപ്പോൾ വേദോപദേശത്തിന് പോണത്. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം തൊട്ടിട്ടാണ് 4ാമത്തെ കുട്ടീനെ ചേർക്കുക. കുടുംബ പ്രാർത്ഥനയിൽ അവർ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. അപ്പാപ്പനും അമ്മാമ്മയും അതുപോലെ എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലാറ്. പിന്നെ അതിന് ഭയങ്കര കർക്കശം തന്നെയാണ്. അപ്പാപ്പനും അമ്മാമ്മ ഉള്ളത് എല്ലാവരും ഉള്ള കാരണം നല്ല സ്ട്രിക്റ്റോട് കൂടിയിട്ടാണ് ചെല്ലാറുള്ളത്. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ചെല്ലാറുണ്ട്, നിർബന്ധമാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് നേരം കിട്ടിയില്ലെങ്കിൽ തന്നെ അഥവാ ചെല്ലിയിട്ടേ കിടക്കുള്ളൂ ഞങ്ങൾ. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വളരെ കുറച്ചാണ്. പിന്നെ TV ആണ് പിന്നെ കുറച്ച് നേരം വെച്ച് കൊടുക്കുക. അത് മറ്റേ കാർട്ടൂണുകളാണ് അധികം വെച്ച് കൊടുക്കാറ്.
പിന്നെ പിള്ളേർക്ക് അധികം TV കാണാൻ താല്പര്യമില്ല, മൂത്ത കുട്ടികൾക്കൊന്നും. അവർക്ക് ഇങ്ങനെ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കലും തുണി നീഡിൽ വർക്ക് പോലെ ചെയ്യാൻ അങ്ങനത്തെ തന്നെയാണ് താല്പര്യം കൂടുതൽ. പിന്നെ ചെറിയ കുട്ടികളാണ്, മൂന്നാമത്തോനും നാലാമത്തെ ആൾക്കാണ് മൊബൈൽ ഫോൺ എന്നാലും പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കില്ല. അതിൻ്റെ ഒരുപാട് യൂട്യൂബിൽ ഇങ്ങനെ ഇത് വരാറുണ്ടല്ലോ, അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ദുരുപയോഗത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അധികം ഞങ്ങൾ കൊടുക്കാറില്ല, അധികം നേരെ TV ആണ് ഞങ്ങൾ യൂസ് ചെയ്യാൻ കൊടുക്കാറ്. പിന്നെ മക്കൾക്ക് ഈ വാട്സപ്പാണ് അവർക്ക് പഠിക്കുന്നതിൻ്റെ കേസുകളുള്ളതുകൊണ്ട് വളരെ 10ാം ക്ലാസ്സിലാണ് മൂത്ത കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത് വാട്സപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ഭാര്യയുടെ ഫോണാണ് കൊടുക്കണത്. അപ്പോൾ പിള്ളേരെ പഠിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വാട്സപ്പിൽ വരും. പിന്നെ ഫേസ്ബുക്ക് അങ്ങനത്തെ ഇതുകളൊന്നും ഇല്ല പിള്ളേർ. അത് നമുക്ക് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഞാനത് പേപ്പറിലും എല്ലാത്തിലും കണ്ട് വീഡിയോകളിലൊക്കെ അത് കണ്ട കാരണം അതിനോട് ഭയങ്കര ഒരു സ്ട്രിക്റ്റ് മനോഭാവം ഞാൻ വെച്ച് പുലർത്താറുണ്ട്. അവൾക്ക് വളരെ ക്ഷമയുള്ള ജീവിത പങ്കാളിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട മേടിച്ചു തരും. പിന്നെ കെയറിങ് ആണെങ്കിലും വളരെ നല്ല കെയറിങ് ആണ്. മക്കളുടെ പോലെ തന്നെ അന്യം വളരെ നോട്ടാണ് ആൾക്ക്. അപ്പോൾ മാതാപിതാക്കളായാലും അവൾ നന്നായിട്ട് നോക്കാറുണ്ട്. പിന്നെ സഹോദരങ്ങളോടും വളരെ നല്ലൊരു സമീപനാണ്. നമുക്ക് എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊപ്പം നിൽക്കാറുണ്ട്. എൻ്റെ കുടുംബത്തിലും ഒരു ശാന്തിയും സമാധാനവും എപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ എപ്പോഴും മുൻതൂക്കം തരാറുണ്ട് ഓരോ കാര്യങ്ങൾക്കും. അവള് ചുരിദാറാണ് ഭാര്യയായിട്ടിരുന്നത്. അപ്പോൾ വീട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടാണ് പോയത്. നാളെ ഒരു നീല ഷർട്ട്, ഒരു ബ്ലാക്ക് വരയായിട്ടുള്ള ഒരു ഷർട്ട് ഇട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് പറഞ്ഞു ഒരാഴ്ച സമയം കൊടുത്തു. അപ്പൊ ആള് പറഞ്ഞു ചുരിദാർ ഇട്ടിട്ട് നോക്കട്ടെ, സാരി എടുത്തൊന്ന് കാണുന്നു പറഞ്ഞു. അങ്ങനെ സാരി എടുത്തിട്ട് പിന്നെ പ്രാവശ്യം വന്നപ്പോ സാരി എടുത്ത് കണ്ടപ്പോ ആൾക്ക് താല്പര്യമായി. അപ്പൊ എനിക്ക് ആദ്യത്തെ ഇതിൽ തന്നെ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. അപ്പൊ വേഗം ഉറപ്പിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു കുടുംബ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവണം. അങ്ങനെ ഇല്ലെങ്കിൽ ആ കുടുംബം അല്ല എന്നാണ് പറയാം. അതുണ്ടെങ്കിൽ ഞങ്ങളത് ഒരുമിച്ച് തീരുമാനമെടുത്ത് അത് കാലത്ത് തല്ലൂടിയുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും അത് അവസാനിച്ചിട്ടുണ്ടായിരിക്കും. അവള് പെട്ടെന്ന് തന്നെ എന്നോട് സോറി പറഞ്ഞ് എങ്ങനെയെങ്കിലും കയറിപ്പോൾ നമ്മുടെ ഇതുണ്ടെന്ന് ചേട്ടാ നമ്മളായിട്ട് തല്ലൂടരുത്, അങ്ങനെയുള്ള ഒരു ഇത് അവൾക്കൊരു ക്ഷമാശീലം ഞാൻ കണ്ടുണ്ട്. എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങളത് സംസാരിച്ചത് അപ്പം തന്നെ ഒരു 10 അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ. അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ഇതിലുണ്ടായിട്ടില്ല. മക്കൾ കൂടുന്തോറും തല്ലൂട്ടം കുറഞ്ഞുകൊണ്ടിരിക്കുക. തുടക്കത്തിലൊക്കെ ചെറിയ ഇതുകളുണ്ടായിരുന്നു. 2 കുടുംബങ്ങളിൽ നിന്നുള്ള ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. എൻ്റെ സ്വഭാവം 2 പേരും ചോദിച്ചു. പിന്നെ നമുക്ക് സ്വഭാവങ്ങൾ 2 പേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മനസ്സിലായപ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടിയും പെട്ടെന്ന് മനസ്സിലാക്കാനും നമ്മളിലുള്ള തെറ്റുകൾ തിരുത്താനും ഒക്കെ വളരെയധികം സഹായിച്ചു. ഞങ്ങൾ വേളാങ്കണ്ണിക്ക് കൊല്ലത്തിൽ പോവാറുണ്ട്. അത് ചിലപ്പോൾ ഞങ്ങൾ കാറിലായിരിക്കും പോവുക, ചിലപ്പോൾ ബസ്സിൽ. അത് എല്ലാ കൊല്ലം ഞങ്ങൾ മുടക്കാതെ പോവാറുണ്ട്. പിന്നെ പോകണ്ടെങ്കിൽ തന്നെ ഫാമിലി ആയിട്ട് പോകണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഉണ്ടാവും. മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മാധ്യസ്ഥത്തിൻ്റെ ഒരു പ്രത്യേക ഇത് ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. ഒരു ഫ്ലൈറ്റ് യാത്ര പോകണമെന്ന് താല്പര്യമുണ്ട്. പിന്നെ ദൈവത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു എനിക്ക്.
അപ്പോൾ പ്രാർത്ഥന ഞാൻ കുർബാന മുടക്കാറില്ല. പിന്നെ ഈശോയുടെ അടുത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ കുറച്ച് നേരം പോയിരിക്കും. അപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ളൊരു ശക്തി ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് അത് വളരെയധികം തോന്നിയിട്ടുണ്ട്. കൂടുതലും മാതാവിനോടാണ് ഭക്തി ആയിരുന്നത്. കൊന്തച്ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പോൾ ഇത്തിരി കുറവായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിള്ളേരെ നോക്കി പിടിച്ചൊക്കെ വരുമ്പോഴേക്കും, എന്നാലും ഞാൻ അതിനൊക്കെ കുറച്ച് സമയം കണ്ടെത്താറുണ്ട്. ടെലിവിഷനിലൂടെ നമുക്ക് കാണാനായിട്ട് ഇരിക്കും. പിന്നെ സ്തുതിപ്പ്, പിന്നെ ഫോണിൽ യൂട്യൂബിൽ നമുക്ക് ആരാധന അടിച്ചു കൊടുത്താൽ ഞാൻ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ ഇന്ന് സമയം കുറച്ച് നേരം അതിൽ ചെലവഴിക്കാറുണ്ട്. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെഞ്ചപ്പായേ കള്ളന്മാർ നടുവിൽ തേജസായി പൊന്മുഖം 1000 സൂര്യനെ വെല്ലുന്ന ശോഭയാൽ. കാലത്ത് ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ബൈബിൾ വായനയാണ്. ഒരു അധ്യായം ബൈബിൾ വായിക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ ബന്ധന പ്രാർത്ഥന അങ്ങനെയൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ കാലത്ത് തുടങ്ങുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മൊബൈൽ തന്നെ ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ, ഇപ്പോൾ ബൈക്ക് ഓടിക്കുകയാണെങ്കിലും ഓർഡർ എടുക്കാൻ പോകുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിൽ കൊന്ത ചൊല്ലിയിട്ടാണ് ഞാൻ ഓർഡർ എടുക്കാൻ പോകാറുള്ളത്. അപ്പോൾ പോകുന്ന വ്യക്തികളെ തിരുരക്തം കൊണ്ട് കഴുകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചെല്ലാറ്. അപ്പനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ അതൊരു വലിയൊരു ബലമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ അവർ നന്നായിട്ട് നോക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഭാര്യയായിട്ടും അമ്മയും അപ്പച്ചനായിട്ട് വളരെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. മക്കൾക്ക് ദൈവവചനത്തിൻ്റെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എൻ്റെ അമ്മയാണ്. പിന്നെ കരുണകൊന്ത, അങ്ങനെ എല്ലാത്തിനും ഭാര്യയും അമ്മയും കൂടിയിട്ടാണ് അത് നേതൃത്വം നൽകിയിട്ടാണ് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് ഇവരെ കരുണകൊന്ത ചെല്ലിപ്പിക്കലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഞാൻ എൻ്റെ അപ്പനമ്മയും അത് ചെയ്യണ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അവർ അത് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളോട് വളരെ കെയറിങ് ആണ്. കൂട്ടുകുടുംബമായി കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടിയും അവരായിട്ട് ഇണങ്ങിച്ചേരും. പിന്നെ അവർ നല്ല മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അവർ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ അപ്പൻ്റെ അമ്മേരെ പോലെ നമുക്ക് പങ്കുവെക്കാം അവരുടെ അടുത്ത് തന്നെ. അതേപോലെ തന്നെ അവർ നമ്മുടെ അടുത്തും സംസാരിക്കുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ അടുത്തൊന്ന് ചോദിച്ചിട്ട് തന്നെ അവർ ചെയ്യാറുള്ളൂ. പിന്നെ അവരുടെ മെയിനായിട്ട് ജീവിതത്തിൽ, ഈ കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പനമ്മയാണ്. അവർ പറയുന്നതുള്ളൂ. നമ്മളത് അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കുടുംബജീവിതത്തിൽ അപ്പനമ്മേനെ സംരക്ഷിപ്പിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം വളരെ കൂടുതലായിട്ട് കിട്ടും. അത് ഞാൻ ഇപ്പോഴത്തെ യുവതലമുറയോട് പറയുന്നു. മാതാപിതാക്കളെ നന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് നന്നായിട്ട് കിട്ടും. വിവാഹം നേരത്തെ തന്നെ കഴിക്കണം. എന്നാലും നമുക്ക് ബൈബിളിൽ പറയണ പോലെ നല്ല കുട്ടികൾ, നല്ല ബുദ്ധിയും നല്ല സാമർഥ്യമുള്ള കുട്ടികളെ ജനിക്കുള്ളൂ. നമ്മൾ വിവാഹം നീട്ടിവെച്ച് ഏജ് ഓവറായിട്ട് കല്യാണം കഴിക്കുമ്പോൾ ആ കുട്ടികൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുവിധം സെറ്റായി തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണം. പിന്നെ കല്യാണം കഴിക്കാണ്ടിരുന്നിട്ട് ഉള്ളത് ഒരു ഇതിലും അത് നന്നായിരിക്കില്ല. ചെറുപ്പത്തിൽ, അതായത് ഒരു 24 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വിവാഹത്തിനുള്ള ആലോചനകളൊക്കെ തുടങ്ങാം. മക്കളെ ജനിക്കുമ്പോൾ ചെറിയ കുട്ടികളായിരിക്കും നമ്മൾ വയസ്സാകുമ്പോൾ. അപ്പോൾ ഒരു 10-23 വയസ്സാകുമ്പോൾ 24 വയസ്സാകുമ്പോഴേക്കും കല്യാണം ആൺകുട്ടികൾ കഴിച്ചിരിക്കണം. നമുക്കിപ്പോൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ജോലിയൊക്കെ കിട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണത്. അതിൻ്റെ കൂടെ ഇതുകൂടിയും നമ്മൾ കൂടുതൽ വിജയം, അതായത് കൂടുതൽ ഇതിന് സമയം കണ്ടെത്താനും
അതുപോലെ പരിശ്രമിക്കാം എന്നാണ് എൻ്റെ ഒരു ഇത്. ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ 5 മക്കൾക്കും ധ്യാനത്തിൻ്റെ ധ്യാനം കൂടിയിട്ടാണ് ഞങ്ങൾ മക്കളുടെ ഇത് നോക്കിയിരുന്നത്. പിന്നെ ഇതിൽ എടുത്ത് പറയത്തക്ക കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിൽ യുവാക്കളുടെ കൂട്ടായ്മയിൽ പോകുന്നുണ്ട്. പിന്നെ ജെറുസലേമിലും നമുക്ക് വീടിൻ്റെ അടുത്തായതുകൊണ്ട് അവിടേക്കും പോകാറുണ്ട്. അതാണ് എൻ്റെ ആത്മീയമായുള്ള കാര്യങ്ങൾ. ഇപ്പോൾ 5 മക്കളുണ്ടായപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ ഒരാഴ്ച ധ്യാനം കൂടാറുണ്ട്. ഞങ്ങൾ ആദ്യത്തെ കൊച്ചിന് ഗാകുൽത്തയിലായിരുന്നു ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ കൊച്ചുണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടെ ജോർദാനിൽ നെടുപുഴ അവിടെ കൂടി. 3ാമത്തെ ആളുണ്ടായപ്പോൾ ഞങ്ങൾ ഗലീലി ചിയാരത്ത് കൂടി. പിന്നെ 4ാമത്തെ ഞങ്ങൾ കൊച്ചിൻ്റെ അന്ന സമയത്ത് കൊറോണയുടെ സമയമായ കാരണം അന്ന് ധ്യാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ദൈവശബ്ദം അതിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൊമിനിക് വളമനാനേശൻ ഉണ്ടായിരുന്നു. 5ാമത്തെ ഞങ്ങൾ ഡിവൈനിൽ വന്നിട്ടാണ് ധ്യാനം കൂടിയത്. അവിടെ വെച്ച് അവിടെ ആരാധനയുടെ സമയത്ത് വിളിച്ച് പറയുകയും ചെയ്തു 4 കുട്ടികളായിട്ട് വന്ന ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷെ അപ്പം ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം ഞങ്ങൾ മാത്രമല്ല, വീട്ടിലെല്ലാവരും നല്ല ഐക്യമാണ്. സഹോദരങ്ങളായിട്ടും ഞാൻ എൻ്റെ വീട്ടിലായാലും എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ കൂടാറുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി യാത്ര പോകണതൊക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ പോവാറ്. അപ്പം അതിലും ഞങ്ങൾ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടാണ് യാത്രയ്ക്ക് പോവാറ്. വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ചെല്ലാറുണ്ട്. എൻ്റെ ചിന്താഗതി തന്നെ തെറ്റാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഒരു കുട്ടി മതി എന്നുള്ള, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. പക്ഷേ ആ കുടുംബത്തിൽ ആ സ്നേഹം നിലനിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ മക്കളുടെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടീനെ ഒന്ന് ചീത്ത പറയാനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടിക്ക് എപ്പോഴും ചോദിക്കണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേടാണ് മാതാപിതാക്കൾക്ക് ഞാൻ കണ്ടോണത്. അപ്പം നമ്മുടെ മക്കൾക്ക് ഒരു ദാനം മേടിച്ചിട്ടുണ്ട്, അവർ 5 പേരും കൂടിയിട്ട് കളിച്ച് അതിലേക്ക് അപ്പോൾ അവരൊരു സാധനം സ്കൂളിൽ നിന്ന് കിട്ടിയാൽ തന്നെ ഇവിടെ വന്ന് പങ്കുവെച്ച് കൊടുക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവരത് ചെയ്യണത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ മക്കളത് കൂട്ടായ്മയിൽ അപ്പോൾ എന്തെങ്കിലും ഇവർ വലുതാകുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവർ പരസ്പരം സഹായിക്കാനുള്ളൊരു മനസ്സാക്ഷി ഇവർക്ക് ഉണ്ടായിരിക്കും. അത് ഞാൻ ഈ കൂടുതലുള്ള കുട്ടികളിൽ ഞാൻ കണ്ട ഒരു കേസാണ്. എന്നുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ ഇപ്പം ഞാൻ 8 മക്കളും 10 മക്കളുള്ള വീടുകളിൽ നമ്മളെ പല ഫ്രണ്ടുകളിലുണ്ട് വയസ്സായ ആൾക്കാർ. പക്ഷെ അവരുടെ ഒരു വളരെ കെട്ടുറപ്പ് അന്ന് അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഉള്ളിലൊരു സന്തോഷം തോന്നിയ കേസാണ്. ഒരാൾക്കൊരു വീഴ്ച വരുമ്പോൾ ആരെങ്കിലും ഈ സഹോദരന്മാരെ പിടിച്ചു നിൽക്കാനായിട്ട് വരും എന്നൊരു ഇതെനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടികൾ കൂടുതലുള്ളത് കൊണ്ട് ആ സമയത്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ പിന്നീട് അത് നമുക്ക് ഒരു എന്താ പറയുക, മക്കൾ കൂടുതൽ ഉണ്ടാവാമായിരുന്നു, അത് നമുക്ക് നോക്കാമായിരുന്നു, നമുക്ക് പിന്നീട് അത് നമുക്ക് തോന്നും. 1-ലും 2-ലും നിർത്താണ്ട് കൂടുതൽ മക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതേപോലെ തന്നെ അപ്പം നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യും. അവരാ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ അതിനുള്ളിലേക്ക് പങ്കുചേരാനും പറ്റും. പിന്നെ കൂടുതൽ മക്കൾ ഉള്ളതാണ്. ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെ മക്കളെങ്ങനെ വളർത്തണേന്ന്. പള്ളിയിലൊക്കെ വെച്ച് കാണുമ്പോൾ 5 പേരെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ചേച്ചി ഞങ്ങൾക്ക് ഒരെണ്ണത്തിന് തന്നെ നോക്കാൻ പറ്റണില്ലേ, പിന്നെ ഇങ്ങനെ ചേച്ചിക്ക് 5 മക്കളെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ദൈവികമായിട്ടുള്ളൊരു കഴിവാണ്, അല്ലാതെ എൻ്റെ കഴിവല്ല. എന്താണെന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ നല്ലൊരു എന്താ പറയുക, അത് പ്രാർത്ഥിക്കും, നമ്മൾ അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഇത്. പക്ഷേ ദൈവം ഒക്കെ നമുക്ക് തക്കതായ സമയത്തൊക്കെ നടത്തി തരുന്നുണ്ട്. നോക്കേണ്ട വിധമൊക്കെ നമ്മൾ അപ്പനായാലും അമ്മയായാലും ഇപ്പോൾ പ്രായം ചെന്നാലും അവരും നമ്മളെ സഹായിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്ക്. അതുകൊണ്ട് മക്കളെ നോക്കേണ്ട കാര്യത്തിലൊന്നും നമുക്ക് ബുദ്ധിമുട്ടങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ന്യൂ ജനറേഷനായിട്ടുള്ള മക്കളോട് പറയാൻ വെച്ച് കഴിഞ്ഞാൽ 1-2-ൽ നിർത്താണ്ട് മക്കൾ കൂടുതൽ ഉണ്ടാവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ അതിനെ തടയാനായിട്ട്
മാതാപിതാക്കളും അവരെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളൊരു ഇതാണ്.